ട്രൈ ചെയ്തു? ഇല്ലെങ്കിൽ മാനറിസം, പൃഥ്വിരാജിന്റെ മാനറിസങ്ങളൊക്കെ പഠിച്ചു? മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ, അല്ലേ? ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ് ഞാൻ. വിമാനത്തിന്റെ സംഗതി എല്ലാവരും പറയുന്നുണ്ടല്ലോ, സെൽഫി എടുക്കാൻ പോയതാണ്. ആ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിന് പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങാണല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ടിപ്സോ അല്ല, ഞാനിങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോൾ അല്ല, എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല, ബേസിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസ് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പൃഥ്വിക്ക് പറ്റിയ സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെപ്പോൾ വരും, ഇപ്പോൾ വരും, ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓക്കെ, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പോൾ കുറച്ചുകൂടെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. ഹിന്ദി മേ ബാത് കർനാ ഹൈ ക്യാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ, നല്ലതാണ്. ഇല്ല ആ ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോൾ
ഞാനല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു ടി വി പിന്നലത്തെ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാണ്. അല്ല, ഞാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തగ్గടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാന്നൊക്കെ അല്ല അത് ഞാനല്ലേ, അടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ രാജ്യമായിട്ടല്ലേ. ഇല്ല അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവുംകൂട്ട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ അത്. ഇന്റർവ്യൂ അപ്പോൾ പടം ഇന്റർവ്യൂവിൽ ഇപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി. അത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ്റെ കൂടെ കുറെ സ്ലോമോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നാളെ റിലീസായിട്ട് അങ്ങനല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്. ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 എന്റർടൈൻമെന്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഇപ്പൊ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ. ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. ഹിന്ദി മേ ബാത് കർനാ ഹൈ ക്യാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. നല്ലതാണ്. ഇല്ല ആ ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോ സീരിയസ് ആയി പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയിച്ചോണ്ടോ? ഞാനല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു ടി വി പിന്നലത്തെ. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാണ്. ഞാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തగ్గടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാന്നൊക്കെ. അല്ല അത് ഞാനല്ലേ, ഇതിപ്പോൾ രാജ്യമായിട്ടല്ലേ. ഇല്ല അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവുംകൂട്ട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ അത്. ഇന്റർവ്യൂ അപ്പോൾ പടം ഇന്റർവ്യൂവിൽ ഇപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി. അത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു വൈബല്ലേ. നിഖില,
ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെയൊക്കെ കുറെ സ്ലോമോ പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകം ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്നൊരു സിനിമ തന്നെ ആയിരിക്കും. പൃഥ്വിരാജ് ആണെങ്കിലും റീസലാണെങ്കിലും നിഖിലാണ് അനുസരിച്ചാണെന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല. നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പം ആ ഒരു വൈബ് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നീടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ. കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലരും. ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുള്ള ആ സീനുകളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പം നമ്മൾ പണ്ട് ഇപ്പോൾ പറക്കുന്ന കളിയോ അല്ലെങ്കിൽ CD മ്യൂസിയൊക്കെ കാണുന്ന പോലെ ഞാൻ ആ സിനിമ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്നും കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലർ ടീസർ അങ്ങനെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയ ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നല്? ഇത് തന്നെയല്ലേ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പ്രത്യേക കാണാൻ. കാര്യം അന്ന് ആയുമ്പ് കാലിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നില്ല. ഇഞ്ചുറി ശേഷം ഒരു പുതിയ വൃത്തി. അല്ല, നമ്മൾ ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മൾ എൻ്റെ ഒരു സിനിമ പുള്ളി ചെയ്തത്. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണറിൽ രാജു ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമോ സീക്വൻസസ്, നിഖിലായിട്ടുള്ള സീക്വൻസസ്, ഇപ്പം ഈ നമ്മുടെ അശ്വിൻ, സിജു പോലുള്ള ആൾക്കാർ, പിന്നെ സീനിയേഴ്സൊക്കെ, ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് വരും. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും വന്നിട്ടുള്ളത്, ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മാറ്റുന്നു, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്നറിയില്ല. രാജു ആണെങ്കിലും ജോമോനാണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറൊരു സാധനം വന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു, എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതെന്തായാലും തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നിയ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം. അപ്പോൾ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജുവിന് പറയേണ്ടി വരും. ഈ രണ്ട് ഡയറക്ടേഴ്സിനാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സ് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടറല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഇൻപുട്ട് എങ്ങനെയായിരുന്നു? അത് സീൻ അവർ തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല. അവരെനിക്ക് എൻ്റെ അടുത്ത് ഒന്നും ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെയല്ല ഇങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ 1. പക്ഷെ രാജു മോണിറ്ററിന്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല. അപ്പം ഞാൻ എനിക്ക് മനഃപൂർവ്വം മാറിയിരിക്കും തോന്നിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യും, ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലിയാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം. ബേസിൽ എന്തും മുഖത്ത് നോക്കി പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും അവൻ എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ രാജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവർ നമ്മൾ വർക്കിൽ ഇടപെടുകയോ, പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം വേറൊരാളുടെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല. അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം. അതവരും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വർക്കായെങ്കിൽ തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അതുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന ഒരു സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സായിട്ട് മാറി. അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഴയ ഒരു
ഒരുപാട് നാളിന് ശേഷമാണ് കാരവാന് പുറത്ത് ഇതുപോലൊരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ